പി എലമെൻറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടൊറോഡോ ട്രാൻസ്ഫോമർ വൈൻഡിംഗ് ആണ്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാനുവൽ രീതിയിൽ, അതായത് വളരെ സിമ്പിളായിട്ട് കൈകൊണ്ട് മാനുവൽ രീതിയിൽ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ വൈൻഡിംഗ് വീഡിയോ ആണിത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്, ടൊറോഡോ ട്രാൻസ്ഫോമർ. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റിന് റിപ്ലൈ ചെയ്ത കാര്യം ഇംഗ്ലീഷ് പരിജ്ഞാനം കുറച്ച് കുറവാണ്, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ടാണ് കമൻ്റ് ഒന്നും റിപ്ലൈ തരാത്തത്. അപ്പോൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്. എൻ്റെ ഒരു പുതിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനുണ്ട്. അതിലൂടെ എല്ലാ കൂട്ടുകാർക്കും അതിലേക്ക് വന്ന് എന്ത് സംശയങ്ങളും ചോദിക്കുന്നതാണ്. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടൊറോഡോ ട്രാൻസ്ഫോമർ. ഇത് കോറേറി കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം അടുപ്പിച്ച്, കോറേറി കൂട്ടാനാണ് രണ്ടെണ്ണം അടുപ്പിച്ചിട്ട് ഇത് നമുക്ക് കോട്ടൺ ടേപ്പ് ഒന്ന് ചുറ്റി റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് കോട്ടൺ ടേപ്പ് ചുറ്റി എടുത്താൽ മതി. കോറേറി കൂട്ടാനാണ്. ആണ് കോട്ടൺ ടേപ്പ്. വെച്ച് ഫെവിക്കോള് ചൊട്ടിച്ചാൽ മതി. ഫെവിക്കോള് കാണാമെന്ന് കരുതുന്നു. ചുറ്റുമ്പം ലെവലായിട്ട് തന്നെ ഇരിക്കണം, മാറിയൊന്നും പോകില്ല. അല്ല, വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റണം. ടൈറ്റ് ആയിരിക്കണം, നല്ല ടൈറ്റ് ആയിരിക്കണം. ഒട്ടും ലൂസ് വരാൻ പാടില്ല. വലിച്ചങ്ങ് ചുറ്റിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫെവിക്കോൾ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ഒട്ടിക്കോളും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ക്ലിയർ ആവും. ഇത് വളരെ സിമ്പിളായിട്ട് ഈ ടൊറോഡോ ട്രാൻസ്ഫോമർ ചുറ്റാനുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ആർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. 30/30 10 ആംപിയർ, 12/12 5 ആംപിയർ, 0.12 2 ആംപിയർ, ഇത്രയാണ് ഇതിൻ്റെ വോൾട്ടേജുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൊറോഡോ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് കോറ് കൂട്ടി യോജിപ്പിച്ച് കോട്ടൺ ടേപ്പ് നല്ല വലിച്ച് ചുറ്റണം. ഒരു ശകലം ലൂസ് വരാത്ത രീതിയിൽ വലിച്ച് ചുറ്റുക. ചുറ്റിയിട്ടാണ് ഇതിൻ്റെ പുറത്താണ് നമ്മൾ കോയിൽ ചുറ്റുന്നത്. അത് രണ്ടാമത്തെ പാട്ടിൽ നിങ്ങൾക്ക് വിശദമായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ്. മെഷീനിൽ മാത്രമേ
ഈ ട്രാൻസ്ഫോമർ ചുറ്റാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ മാനുവലായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ സംശയങ്ങളുള്ളവർ എന്നെ വിളിക്കുക. ഞാൻ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചില കമൻറ്റുകളൊന്നും റിപ്ലൈ ഒന്നും തരാത്തത്. ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഏത് പാരാത്രി വിളിച്ചാലും എന്നെ കിട്ടും. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഈ ടൊറോ ട്രാൻസ്ഫോമറിൻ്റെ. ഇത് ആദ്യത്തെ പാർട്ടാണ്. ഈ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ കോയിൽ ചുറ്റുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കോയിൽ ചുറ്റി കാണിക്കുന്നത്. മാനുവലായിട്ടുള്ള രീതിയാണ്, മെഷീനിലൊന്നും അല്ല. നമ്മുടെ കൈ കൊണ്ട് മാനുവലായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇത് ഫുള്ളായിട്ട് ചുറ്റി ഇത് അവസാനിപ്പിക്കണം. ഇത് ഇത്രയും ഇപ്പോൾ തന്നെ 2 റൗണ്ട് മേളിൽ നമ്മൾ ചുറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ചുറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഇതിവിടെ ഒന്ന് ചുറ്റി തീർത്തേക്കാം. കോട്ടൻ്റെ ഇപ്പോൾ നല്ല വലിച്ച് ചുറ്റിയാൽ മതി. വലിച്ച് നല്ല ടൈറ്റ്, ഒട്ടും ലൂസ് വരാത്ത രീതി വലിച്ചടുപ്പിച്ച് ഇങ്ങനെ തന്നെ വേണം നമ്മൾ കോയിൽ വൈൻഡ് ചെയ്യുമ്പോഴും. ഒട്ടും ലൂസ് വരാത്ത രീതിയിൽ ചുറ്റണം. പിന്നെ ഓരോ ലെയർ കഴിഞ്ഞ് നല്ല വാർണിഷ് അടിച്ച് ക്ലിയർ ചെയ്യണം. വാർണിഷിൻ്റെ മെയിൻ ഒരു ഘടകമാണ്. വാർണിഷ് അടിക്കുന്നത് നമ്മൾ യൂണിറ്റ് സപ്ലൈ കൊടുക്കുമ്പോൾ വൈബ്രേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. കാണാമെന്ന് കരുതുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എൻ്റെ അടുത്ത് കഴിഞ്ഞു, ഓട്ടൻ്റെ കഴിഞ്ഞു. ഇത് കുറച്ച് ഫെവിക്കോൾ തേച്ച് നല്ല രീതിയിൽ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളും. പിന്നെ ഉണങ്ങി സെറ്റ് ആയിക്കോളും. ഓക്കെ. താങ്ക് യു. ഓക്കെ.